നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. KSRTCയിൽ വൻ അഴിമതി. തിരുവനന്തപുരം. KSRTCയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ വാങ്ങിയത് 735 കോടി രൂപയുടെ സ്പെയർ പാർട്സുകൾ. 2014 മുതൽ 2025 വരെയുള്ള കണക്കുകൾ KSRTCയുടെ തന്നെ വിവരാവകാശ രേഖയിൽ നിന്ന് ലഭിച്ചു. 2014 മുതൽ 2015 വരെ 50.84 കോടി രൂപയുടെ സ്പെയർ പാർട്സുകളാണ് വാങ്ങിയത്. ആ സമയത്ത് KSRTCയിൽ 6000-ലേറെ ബസ്സുകളും ഉണ്ടായിരുന്നു. നിലവിൽ 4000-ലേറെ ബസ്സുകളാണ് സർവീസ് നടത്തുന്നതാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ പലതും 15 വർഷത്തിനു മുകളിൽ പഴക്കമുള്ളതാണ്. എൽസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന എൽസൺ എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഇന്നു മുതൽ എസ്റ്റേറ്റിൽ പ്രതിഷേധിക്കുവാനാണ് തീരുമാനം. തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാത്തതിനെ തുടർന്നാണ് ഈ നടപടി. സംയുക്ത ട്രേഡ് യൂണിയനുകളും തൊഴിലാളികൾക്കൊപ്പമുണ്ട്. ആനുകൂല്യം ഇനത്തിൽ 11 കോടി രൂപയോളം തൊഴിലാളികൾക്ക് നൽകാനുണ്ടെന്നാണ് സംഘടനകൾ പറയുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സമാക്കിയാകില്ല പ്രതിഷേധമെന്നും അവർ വ്യക്തമാക്കി. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി NIA. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് 2ാം ദിവസം NIA തേടിയത്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ സഹായിക്കാൻ നിയോഗിച്ച എംപ്ലോയി B എന്ന ജീവനക്കാരനെ കുറിച്ചുള്ള വിവരങ്ങളും NIA തേടി. സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും പകരച്ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കി ട്രംപ് ഭരണകൂടം. പകരച്ചുങ്കത്തിൽ നിന്ന് സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും ഒഴിവാക്കുന്നതായി പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്കും ഇത് ബാധകമാണ്. ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച 125% തീരുവയിൽ നിന്നടക്കം ഈ ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കിയാണ് ഉത്തരവ്. നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസ്. അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി. നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസ് പോലീസിന് സംശയാസ്പദമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിചാരണ കോടതി. ആണവ വിഷയത്തിൽ ചർച്ചകൾ തുടരും. അമേരിക്ക-ഇറാൻ 1ാം ഘട്ട ചർച്ച അവസാനിച്ചു. ഒമാനിൽ നടന്ന അമേരിക്ക-ഇറാൻ സമാധാന ചർച്ച അവസാനിച്ചു. ആണവ നിരോധന കരാർ ഇസ്രായേലിനു കൂടെ ബാധകമാക്കിയാൽ ഇക്കാര്യം തങ്ങളും പരിഗണിക്കാമെന്ന നിർദ്ദേശമാണ് ഇറാൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. 2ാം ഘട്ട ചർച്ചകൾ അടുത്ത ആഴ്ച ആരംഭിക്കും. സ്പോർട്സ് ന്യൂസ്. ISLൽ വീണ്ടും മോഹൻ ബഗാൻ. 2ാം ISL കിരീടം ചൂടി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്. ബംഗളൂരു FCയെ 1-നെതിരെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ബഗാൻ ചാമ്പ്യന്മാരായത്. IPL 2025 18ാം സീസണിലെ ഇന്നലത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് മിന്നും വിജയം. 8 വിക്കറ്റിന് പഞ്ചാബ് കിങ്സ് 11 തകർത്തു. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. സൈനിങ് ഓഫ് കൃഷ്ണഗീത. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.